JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനി മീനൻ രാശിയിൽ വരുമ്പോഴുള്ള ഗുണദോഷങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മേടം മുതൽ കുംഭം വരെയുള്ള രാശിയിൽ ശനി നിന്നാൽ എന്താണ് ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ശനിയുടെ ആകൃതിയും സ്വഭാവവും ഉത്ഭവവും ഒക്കെ പറഞ്ഞതിന് ശേഷം ഓരോ ഭാവത്തിലും ലഗ്നം മുതൽ 12 ഭാവങ്ങളിൽ ശനി വന്നാൽ അതിൻ്റെ ഗുണദോഷങ്ങൾ എന്താണ് എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് രാശിയിൽ 12ാം രാശിയായ മീനൻ രാശിയിൽ ശനി നിന്നാൽ എന്താണ് ഫലം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശകലനമാണ് നടത്തുന്നത്. അപ്പോൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങൾ വിശദമായി, അതായത് ഓരോ രാശിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ മനസ്സിലാകത്തക്ക വിധത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ പല വീഡിയോയിലും വിട്ടുപോയി. അപ്പം അത് മീനൻ രാശിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കുന്നവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി ഇവിടെ സൂചിപ്പിച്ച് തുടങ്ങാം. അപ്പം മീനൻ രാശി ഉഭയോദയ രാശി എന്ന് പറയും. അതുപോലെ തന്നെ പകൽ രാശിയും ജലരാശിയും ആകാശരാശിയും സമരാശിയും ഒക്കെയാണ് മീനൻ രാശി. മീനം രാശിയുടെ സ്ഥാനം നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സമുദ്രത്തെ സൂചിപ്പിക്കുന്നതാണ്. ധാതുമൂല ജീവചിന്തയിൽ, അതായത് ധാതു മൂലം ജീവൻ എന്ന 3 വിഭാഗത്തെ സംബന്ധിച്ച് അസ്ട്രോളജിയിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉഭയരാശിയായ മീനത്തിൻ്റെ അധിപനായ വ്യാഴം ജീവഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് ഞാനീ പറഞ്ഞ ധാതുമൂല ജീവചിന്ത കൂടുതലും പ്രശ്നചിന്തയിൽ ആണ് അത് ഉപയോഗിക്കാറുള്ളത്. കാരണം ഒരു സാധനം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ കാണാനില്ല, അത് കള്ളൻ കൊണ്ടുപോയതാണോ, അത് അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ആലോചന വരുമ്പോൾ അതെന്ത് സാധനമാണ്, ധാതുവാണോ മൂലഗ്രഹമാണോ ജീവഗ്രഹമാണോ എന്നുള്ളത്, അതുപോലെ തന്നെ അത് എവിടെയാണ് ഇരുന്നത്, ഇനി അഥവാ കണ്ടില്ല എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ കള്ളൻ കൊണ്ടുപോയതാണോ അതോ സാധനം അവിടെ തന്നെ ഉണ്ടായിരുന്നു, ഇനി നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സാധനം ഒരു പക്ഷേ അവിടെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, ഇനി നഷ്ടപ്പെട്ടു എങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആര്, ആ വീട്ടിലുള്ളവരാണോ, ബന്ധുക്കളാണോ, മറ്റ് പുറത്തു നിന്ന് ആരെങ്കിലും വന്നവരാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇത്തരത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളെയും പണ്ട് വളരെ വിശദമായി പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് പ്രശ്നചിന്തയിലായിരുന്നു വളരെ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത്. അത് കൃഷ്ണീയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് അതെല്ലാം തന്നെ വിവരിച്ചിട്ടുള്ളത്. അപ്പം ഈ ധാതുമൂല ജീവചിന്തയെന്ന് പറഞ്ഞത് അത്തരത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആഭരണങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കഴുത്തിലണിയുന്ന ആഭരണങ്ങളും അതുപോലെ രത്നം പതിച്ച കുണ്ഡലങ്ങളും ഒക്കെയാണെന്നാണ് സൂചന തരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ വസ്ത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ കസവ് സാരി, കസവ് മുണ്ട്, അതുപോലെ മഞ്ഞ പട്ടുവസ്ത്രം, ഇതൊക്കെയാണ് മീനൻ രാശിയിൽ സൂചിപ്പിക്കുന്നത്. പൂക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം ചെമ്പകപ്പൂവ്, ആമ്പൽപ്പൂവ്, താമര വരുന്നില്ല, താമര സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചെമ്പകപ്പൂവ്, ആമ്പൽപ്പൂവ്, ചെമ്പരത്തി, അതുപോലെ മധുവും മണവുമുള്ള പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞ പുഷ്പങ്ങൾ, മഞ്ഞപ്പൂക്കൾ, ഇതെല്ലാം വ്യാഴത്തെ സൂചിപ്പിക്കുന്നതാണ്. നാൽക്കാലികളിൽ മീനൻ രാശി സൂചിപ്പിക്കുന്നത് കുതിരയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞെന്തിനാണെന്ന് ചോദിച്ചാൽ അസ്ട്രോളജി പഠിക്കുന്നവർക്ക് ഇതൊക്കെ അറിയണമെന്നും ആഗ്രഹമുള്ളവർക്കും വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വ്യാഴം ഇഷ്ടഭാവസ്ഥിതിയിൽ ഉച്ച സ്വക്ഷേത്ര ബലവാനായാൽ നല്ല ബുദ്ധിശക്തി, അതുപോലെ ഓർമ്മശക്തി, നല്ല ഈശ്വരവിശ്വാസം, വേദശാസ്ത്ര പുരാണങ്ങളിലും ആത്മീയ ചിന്തയിലും ഉള്ള ഒരു താല്പര്യം,
ജ്യേഷ്ഠ സഹോദരങ്ങളുടെ സഹായം, ജനകീയനായ നേതാവ്, ഷെയർ മാർക്കറ്റ്, ധനകാര്യം എന്നിവയിലൊക്കെ ഉണ്ടാകുന്ന ലാഭം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, പല ഗുണങ്ങളെയും പല മേന്മയും നമുക്ക് മീനൻ രാശി കൊണ്ട് സൂചിപ്പിക്കാൻ പറ്റും. മീനത്തിൽ ശനി നിൽക്കുന്നവരെ വ്യാഴത്തിൻ്റെ രാശി ആയതുകൊണ്ട് തന്നെ അവരെ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ്. സമുദ്രത്തെ സൂചിപ്പിക്കുന്ന രാശി ആയതുകൊണ്ട് തീരദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തെയുമൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അവരിൽ ഒരു പ്രധാനിയായി അവരെ നയിക്കുന്ന ഒരാളായി ഇവിടെ സൂചന വരുന്നുണ്ട്. അതുപോലെ തീർത്ഥയാത്രയെ സൂചിപ്പിക്കുന്നതും ഈ മീനൻ രാശിയാണ്, കാരണം വ്യാഴത്തിൻ്റെ രാശി. അപ്പോൾ പുണ്യസ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ, അങ്ങനെയുള്ളിടത്ത് സഹായികളായി നിൽക്കുന്നവർ, അവിടുത്തെ അന്തേവാസികൾ, ഇവരെയൊക്കെ നമുക്ക് മീനത്തിലെ ശനി കൊണ്ട് സൂചിപ്പിക്കാം. പൊതുവെ മീനത്തിലെ ശനി വിനയം, സൽസ്വഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു മനസ്സ്, അതുപോലെ സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അറിയപ്പെടുന്നവരുടെ ജീവിതത്തിലെ നല്ല മാർഗങ്ങൾ ഇവർ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ മീനത്തിലെ ശനിയുടെ ഒരു പ്രത്യേകത. നല്ല വിദ്യാഭ്യാസ ഗുണം, ഉദ്യോഗം, സാമ്പത്തികമായ ഉയർച്ച, നല്ല കുടുംബജീവിതം, അതിനനുസരിച്ചുള്ള നല്ലൊരു പങ്കാളിയെയും ഇവർക്ക് ലഭിക്കാം. നല്ല വിദ്യാഭ്യാസവും ജോലിയുമുള്ള സന്താനങ്ങൾ ഉൾപ്പെടുന്ന നല്ല ഒരു കുടുംബം ഉണ്ടാകാനുള്ള സാധ്യതയും മീനത്തിലെ ശനിക്കുണ്ട്. ഭരണാധികാരികൾക്ക് പോലും പ്രിയപ്പെട്ട വ്യക്തിയും അതുപോലെ തന്നെ ഉപദേഷ്ടാവും, മറ്റുള്ളവരുടെ ജീവിതം പഠിച്ച് അവർ നേരിട്ട പ്രശ്നങ്ങളും അവയുടെ പരിഹാര മാർഗങ്ങളും ഭരണാധികാരികൾക്കും പൊതുജനങ്ങൾക്കും വിശദീകരിച്ച് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനുള്ള കഴിവുള്ള വ്യക്തിത്വമുള്ളവരായിരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവരുടെ സ്വഭാവം ശാന്തശീലരും, നീതിബോധം, അതുപോലെ തന്നെ ധർമ്മനിഷ്ഠ മുതലായവയാൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ജീവിതം കൊണ്ട് അനുഗ്രഹീതരായി നല്ല ജീവിതം നയിക്കുന്നവരായിരിക്കും. മീനൻ രാശിക്ക് അനിഷ്ടഭാവസ്ഥിതന്മാരായ പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ടി വരികയോ വ്യാഴം ഇഷ്ടഭാവസ്ഥിതിയിൽ അല്ലാതെ ദുർബലനായി അനിഷ്ടഭാവത്തിൽ വരികയും ചെയ്താൽ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ഈ നല്ല കാര്യങ്ങൾക്ക്, അതിൻ്റെ ഗുണങ്ങൾക്ക് കുറവ് വരികയും ദോഷഫലങ്ങൾക്ക് ബലം കൂടുകയും ചെയ്യും എന്നുള്ളത് കൂടി നമുക്കിവിടെ പറയേണ്ടി വരും. കാരണം മീനത്തിലെ ശനി നിൽക്കുമ്പോൾ മീനൻ രാശിയുടെ അധിപനായ വ്യാഴത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്. അതുപോലെ ആ വ്യാഴം ഏതു ഭാവത്തിൽ നിൽക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യം. മീനൻ രാശിയെ ആരൊക്കെയാണ് യോഗദൃഷ്ടികളാൽ നയിക്കുന്നത്? മീനൻ രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ ആരാണ്? മീനൻ രാശിയെ നോക്കുന്ന ഗ്രഹങ്ങൾ ആരാണ്? അവർ ശുഭന്മാരാണോ അതോ പാപന്മാരാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ ചിന്തിക്കേണ്ടതായി വരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ മീനൻ രാശിയിലെ ശനിയെക്കുറിച്ചും മീനൻ രാശിയെക്കുറിച്ചും മീനൻ രാശിയിലെ വ്യാഴത്തെക്കുറിച്ചും കൂലങ്കക്ഷമായി ചിന്തിക്കുമ്പോൾ അതിന് ശുഭയോഗ ദൃഷ്ടിയോ ശുഭയോഗ ബന്ധമോ ഒക്കെ ഉണ്ട്. വ്യാഴം ബലവാനായി ഇഷ്ടഭാവ സ്ഥിതിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞതുപോലെ സമൂഹം അറിയപ്പെടുന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ജീവിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുന്ന വ്യക്തിയുമായിരിക്കും. അവരുടെ ജീവിതവും അവരുടെ പങ്കാളിയും അവരുടെ കുട്ടികളും ഒക്കെ തന്നെ നല്ല നിലയിൽ എത്തിച്ചേരും എന്നുള്ളതും അവരെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതും പരമപ്രധാനമായ കാര്യമാണ്. എന്നാൽ ഈ മീനൻ രാശിക്കും വ്യാഴത്തിനും പാപയോഗ ദൃഷ്ടികളും വ്യാഴത്തിന് അനിഷ്ടഭാവസ്ഥിതിയും ഉണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ ഗുണങ്ങളൊന്നും
ഇതിന് ലഭിക്കുകയില്ല എന്നും അല്പാൽപമായ ഗുണവും അതുപോലെ തന്നെ ദോഷവും പ്രദാനം ചെയ്യാൻ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വിശദമായി പറഞ്ഞത് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളെയും തന്നെ മനസ്സിലാക്കി പോകണം എന്നുള്ളതാണ്. അല്ലാതെ കേൾക്കുന്ന ഒരാൾ, ഇപ്പം ഈ ചാനൽ കാണുന്ന ഒരാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നാളെ എനിക്കെന്തോ സംഭവിക്കും എന്നുള്ള അത്തരത്തിലുള്ള, അതായത് ശാസ്ത്രത്തെ അതിൻ്റെ ശരിയായ രീതിയിൽ നമ്മൾ കാണുമ്പോൾ അതിൽ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും അനുഭവത്തിൽ വരാം. അപ്പം നല്ല വശങ്ങൾ ഉണ്ടാകണമെങ്കിൽ അത് നല്ല അവസ്ഥയിലായിരിക്കണം. മോശവശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു എങ്കിൽ അത് മോശമായ അവസ്ഥയിലായിരിക്കണം. ഇത് തിരിച്ചറിഞ്ഞ് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അതിനെന്താണ് പോംവഴിയെന്ന് ആലോചിച്ച് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നതിന് മുൻകൂട്ടി കാണിച്ചു തരുന്ന കുറേ കാര്യങ്ങളാണ് അസ്ട്രോളജിയിലുള്ളത്. അല്ലാതെ നിങ്ങൾ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടാകും, കോടീശ്വരരാകും, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടില്ല എന്നൊന്നും പറയാനൊന്നും ഈ ചാനൽ വിനിയോഗിക്കുന്നില്ല. കാരണം സത്യസന്ധമായി ശാസ്ത്രത്തെ എങ്ങനെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും എന്നത് മാത്രമേ ഉള്ളൂ. അതിലെത്ര കാഴ്ചക്കാരുണ്ടാകുന്നു, എത്ര വ്യൂ കിട്ടുന്നു, ഇതൊന്നുമല്ല. കുറച്ച് പേരെ കാണുന്നുണ്ടെങ്കിലും അത് മതി. കാരണം അവർക്ക് അതിൻ്റേതായ ഗുണമുണ്ടാകട്ടെ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാശിയിൽ 12ാമത്തെ രാശിയായ മീനത്തിൽ ശനി നിൽക്കുന്ന കാര്യം പറഞ്ഞ് ശനിയുടെ കാര്യം അവസാനിപ്പിക്കുകയാണ്. പിന്നെയും വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട് ശനിയെ സംബന്ധിച്ച്, ചെറിയ ചെറിയ പഠിക്കുന്നവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ. അതൊക്കെ സമയം പോലെ ഓരോ ഭാവങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളോ പറഞ്ഞു വരുമ്പോൾ പ്രയോജനപ്പെടുത്തി നിങ്ങളെ ബോധ്യപ്പെടുത്താം എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.